ഇങ്ങനെ ഗുണ്ടായിസം കാണിക്കുന്ന കേരളത്തിലെ പോലീസിനെ ഒരു കാലത്തും വെച്ചു പൊറപ്പിക്കാൻ KSU സമ്മതിക്കില്ല. KSU ഇനിയും സമരമായിട്ട് വരും. പോലീസുകാർ ഞങ്ങളെ തല്ലി, ഞങ്ങളെ അറസ്റ്റ് ചെയ്യുമ്പോ തല്ലി, സമാധാനപരമായി സമരം ചെയ്ത് ഞങ്ങളെ അറസ്റ്റ് ചെയ്യുമ്പോ തല്ലി, പിടിച്ചു വെച്ച് എണീപ്പിച്ചു, ഡ്രസ് പിടിച്ചു വലിച്ചു, കീറാൻ നോക്കി, ഞങ്ങളെ അധിക്ഷേപിക്കാൻ റോഡിൽ നിന്ന് അധിക്ഷേപിക്കാൻ നോക്കിയപ്പോ, ചെറുക്കാൻ നോക്കിയപ്പോ പോലീസ് ഞങ്ങളെ തല്ലി. അതാണ് KSU പ്രവർത്തകയുടെ വാദം. അതാണ്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രവർത്തകരെ പരമാവധി അറസ്റ്റ് ചെയ്ത് നീക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമായിരുന്നു നടത്തിയത്. ആ സമയത്താണ് KSU പ്രവർത്തകരുമായി ഇത്തരത്തിലുള്ള ഒരു സംഘർഷം നടന്നത്. അതിലൊരു വനിതാ ASIയുടെ മുഖത്തേക്ക് ഹെൽമെറ്റിന്റെ സ്ട്രാപ്പ് അടക്കം വലിച്ച് പൊട്ടിക്കാനുള്ള ശ്രമമടക്കം ഇടയിൽ നടന്നു. എന്തായാലും പോലീസ് പരമാവധി സംയമനം പാലിച്ചു. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു സ്ട്രെങ്ത് ഇപ്പോൾ തന്നെയുണ്ട്. വനിതാ പോലീസ് ആണെങ്കിൽ അതും കൃത്യമായ രീതിയിൽ ആ ഒരു സ്ട്രെങ്ത് അവർക്കുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിൽ പോലീസിനെതിരായുള്ള ഒരു സമരമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങേണ്ടതില്ല, അല്ലെങ്കിൽ ലാത്തി ചാർജിലേക്ക് കാര്യങ്ങൾ നീങ്ങേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് അവരും പോയിട്ടുണ്ട്. എന്തായാലും വലിയ സമരം ഇപ്പോൾ KSU പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു. പോലീസ് ഒരു ഭാഗത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു ഘട്ടത്തിൽ കാണുന്നത്. സമരം താൽക്കാലികമായി അവസാനിപ്പിച്ച് KSU പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടുണ്ട്. സ്മിത, പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ പോലും നമ്മൾ നേരത്തെ കണ്ട ദൃശ്യങ്ങൾ അത് അമ്പരപ്പിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ജലപീരങ്കി പ്രയോഗത്തിലൂടെയൊന്നും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. അതിനുശേഷം അവരെ ബലപ്രയോഗത്തിലൂടെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റാനുള്ള ഒരു ശ്രമം. വനിതാ പ്രവർത്തകർ, പ്രതിഷേധക്കാർ ഒരുപാട് പേരുണ്ട് KSU പ്രവർത്തകരിൽ. അതുകൊണ്ട് തന്നെ വനിതാ പോലീസും രംഗത്തെത്തുന്നു. ഒടുവിൽ പ്രവർത്തകരും വനിതാ പോലീസുമായി ഒരു ചെറിയ രീതിയിലുള്ള ഉന്തും തള്ളുമൊക്കെ ഉണ്ടാകുന്നു. പ്രവർത്തകർ അവരെ മർദ്ദിച്ചു എന്നുള്ള ആരോപണം ഇപ്പോൾ കോൺഗ്രസിന്റെ KSUവിന്റെ വനിതാ വിദ്യാർത്ഥി നേതാവ് നമ്മളോട് പറയുകയും ചെയ്തു. വലിയ രീതിയിൽ ബലപ്രയോഗം നടത്തി, മുഖത്ത് അടിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. അതിനുശേഷമാണ് പോലീസിനെതിരെ ഇവർ തിരിഞ്ഞത്. പോലീസിന്റെ നേർക്കും ചെറിയ രീതിയിലുള്ള ബലപ്രയോഗം പ്രവർത്തകർ നടത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഒടുവിൽ ഈ പോലീസ് വാഹനത്തിൽ കയറ്റിയ പ്രവർത്തകരെ പോലീസ് വാഹനത്തിൽ തന്നെ കൊണ്ടുപോവുകയാണോ അതോ സ്വമേധയാ അവർ പിരിഞ്ഞു പോവുകയാണോ? അല്ല, പോലീസ് വാഹനത്തിൽ കയറ്റിയത് KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടി അടക്കമുള്ള പ്രവർത്തകരാണ്. അവരെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ആ വാഹനം തടയാനാണ് ഒരു വിഭാഗം KSU പ്രവർത്തകർ ശ്രമിച്ചത്. ആ KSU പ്രവർത്തകയും വനിതാ പോലീസുമായാണ് ആ ഒരു സംഘർഷം ഉണ്ടായത്. നമ്മൾ ആ വനിതാ ASI ആണ് നിൽക്കുന്നത്. അവരുമായാണ് ആ ഒരു സംഘർഷത്തിൽ ഉണ്ടായത്. KSU പ്രവർത്തകയായ ആ പെൺകുട്ടിയുടെ ആക്ഷേപം പ്രധാനമായും വനിതാ പോലീസ് ആക്രമിച്ചു എന്നാണ്. പക്ഷേ തിരിച്ച് KSU പ്രവർത്തകയും അതുപോലെ തന്നെ അവരുടെ ഹെൽമെറ്റിന്റെ സ്ട്രാപ്പ് പിടിച്ചു വലിക്കാനും അവരെ കയ്യോങ്ങി അടിക്കാനും ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. എന്തായാലും വലിയൊരു സംഘർഷത്തിന് അയവ് വന്നിട്ടുണ്ട്. പോലീസ് എന്തായാലും പരമാവധി സംയമനം പാലിച്ചു. ഹെൽമെറ്റിന്റെ സ്ട്രാപ്പ് അടക്കം വലിച്ചു പൊട്ടിക്കാനുള്ള ഒരു ശ്രമം ഒരു ഭാഗത്തുനിന്ന് KSU പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. സ്വാഭാവികമായി അത് കഴിഞ്ഞ ഉടൻ തന്നെ പോലീസ് പരമാവധി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഇവിടെ എത്തി. കോൺഗ്രസിന്റെ നേതാവ് റിജിൽ മാക്കുറ്റി ആ പ്രദേശത്തേക്ക് എത്തി. അദ്ദേഹത്തോട് സംസാരിച്ചു. നേരത്തെ പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ പ്രവർത്തകർ ഇപ്പോൾ പിരിഞ്ഞു പോയിട്ടുണ്ട്. മറ്റു പ്രശ്നങ്ങളില്ല. ഇപ്പോൾ SP ഓഫീസിന്റെ മേഖല സംഘർഷത്തിന് ശേഷമുള്ള ഒരു ശാന്തത എന്ന് വേണമെങ്കിൽ പറയാം ഈ മേഖലയിൽ. സ്മിത, ശ്രീകുമാരനാണ് പാലക്കാട് നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. രാവിലെ KSU മാർച്ച്, SP ഓഫീസിന് നേർക്കുണ്ടായ മാർച്ച്, പ്രതിഷേധക്കാരെ ജലപീരങ്കി പലവട്ടം പ്രയോഗിക്കേണ്ട അവസ്ഥ വന്നു. ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിക്കുകയായിരുന്നു പ്രവർത്തകർ. അതിനുശേഷമാണ് ജലപീരങ്കി പ്രയോഗത്തിലേക്ക് പോലീസ് കടന്നത്. ലാത്തിചാർജും ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. KSU നേതാക്കളെ പോലീസ് വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോവുകയും ചെയ്തു. അതിനെതിരെ പ്രതിഷേധിച്ച വനിതാ പ്രവർത്തകരും വനിതാ പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പരസ്പരം മർദ്ദിക്കുന്ന, കയ്യേറ്റം ചെയ്യുന്ന ആ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയും ചെയ്തു. പിന്നീട് കോൺഗ്രസ് നേതാവ് റിജിൽ മാക്കുറ്റി ഇടപെട്ട് പ്രവർത്തകരെ അനുനയിപ്പിക്കാനുള്ള ശ്രമം, പോലീസിനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണിപ്പോൾ ഒരല്പം ഈ സംഘർഷത്തിന് അയവ് വന്നിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.